എന്താടാ? എനിക്ക് കല്യാണപ്രായമായിട്ടില്ലെന്ന് അമ്മ അച്ഛനോടൊന്ന് പറയണം. അതെന്താ? എന്റെ പൊന്നമ്മച്ചിയും പെങ്ങളെയും അച്ഛനും ഒന്നും സ്നേഹിച്ച് എനിക്ക് കൊതി തീർന്നിട്ടില്ല. അതിനുമ്പ് മറ്റൊരു പെണ്ണെ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റില്ല. അതിൽ നീ വിഷമിക്കണ്ട മോനെ. ഇത്രയും കാലം നീ ഞങ്ങളെ സ്നേഹിച്ചില്ലേ, ഇനിയിപ്പോ സ്നേഹം കുറച്ച് കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. അയ്യോ അച്ഛാ, കല്യാണം കഴിഞ്ഞാ പാതി സ്നേഹം കെട്ടുന്ന പെണ്ണിന് പോകുന്ന. ഓ അങ്ങനെയാണല്ലേ? അതെനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. എനിക്ക് കല്യാണം കഴിച്ച് പരിചയമില്ലേ. എടീ നീ ചിരിക്കൊന്നും വേണ്ട. ഈ സ്ഥിതി നിനക്ക് വരുമ്പോ നീ അനുഭവിച്ചോളൂ. ഇതൊക്കെ പോട്ടെ, പ്രായമായൊരു പെണ്ണിങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോ ഞാൻ കല്യാണം കഴിച്ച നാട്ടുകാരെന്തോ പറയും? ഞാൻ നിൽക്കുന്നു ചേട്ടൻ വിഷമിക്കണ്ട, ഞാൻ ഇരുന്നോളാം. നീ എന്താണ് ചിരിച്ച്? അല്ല കോമഡി അല്ലേ? നിനക്ക് ചിരിക്കാൻ പറ്റിയ കോമഡി ഒന്നും ഇപ്പൊ ഇവിടെ ഉണ്ടായിട്ടില്ല. അച്ഛൻ അറിയാഞ്ഞിട്ടാ. ഇനിയിപ്പൊ നിങ്ങളുടെയൊക്കെ ഇഷ്ടപ്രകാരം ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചൊന്നു തന്നെ ഇരിക്കട്ടെ. വരുന്ന പെണ്ണ് കുടുംബസ്നേഹം ഇല്ലാത്തവളാണെങ്കിൽ ഞാനൊരു കുടുംബദ്രോഹിയായി പോയില്ല അച്ഛാ. അവളുടെ തലയണ മന്ത്രം കേട്ട് എന്റെ മനസ്സെങ്ങാനും മാറി ഇന്നലെയും അമ്മയും അച്ഛനെയൊക്കെ ഞാൻ വെറുക്കാന്ന് വെച്ചാ എനിക്ക് അത് ചിന്തിക്കാൻ കൂടി വയ്യ. വളരെ ശരിയാ. അമ്മായി അമ്മയെ ചുട്ടുകരിച്ചു, അമ്മായി അച്ഛന് വിഷം കൊടുത്തു, ഭർത്താവിനെ ചെലവയ്ക്കടിച്ചു, നാത്തൂന്റെ കല്യാണോലോനെ മുടക്കി. അങ്ങനെ ഓരോ വാർത്തകൾ ഇങ്ങനെ കേൾക്കുമ്പോ പത്രത്തിൽ ഇതിന്റെ കാലമായിട്ട് അങ്ങനെ. ഇനി ഈ കാര്യങ്ങൾ സംസാരിച്ചാണ്ടല്ലോ ഞാൻ ചെലവെടുത്ത് നിന്റെ തല അടിക്കും. പോടാ അങ്ങോട്ട് പോടാ. അമ്മേ, അമ്മയെങ്കിൽ എന്നെ ഒന്ന് മനസ്സിലാക്കണം. മോനെ, എല്ലാം കൊണ്ടും ഒത്തുകിട്ടിയ ഒരു ബന്ധമായത്. ഞങ്ങൾ ഒരുപാട് മോഹിച്ചിരിക്കുക. നീ എതിരൊന്നും പറയരുത്. അമ്മ പറയുന്നത് കേൾക്കൂ ജയ. ഇതാണ് വീട്. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒന്ന് ചുമ്മാ അതിരി മോനെ. കൊല്ലം കുറെ ഈ തമ്മനം അറിയാമ നാടകം കളിക്കാൻ തുടങ്ങിട്ട്. പിന്നെ ഇന്ന് വട്ടം ചവിട്ടാതെ പറഞ്ഞ കാശെടുത്തു വെക്കാൻ. അതൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന് പറയും? ഉണ്ണി. അത് ഞാൻ, ജയൻ. ആ ജയൻ. സങ്കടം അല്പം കൂടിയാലും വേണ്ടൂല, ഒട്ടും കുറഞ്ഞു പോരുത്. എന്താ ഇത്? ഡയലോഗ്. ഡയലോഗ് ഇതൊരു പഠിച്ചില്ലേ? ഞാൻ പറഞ്ഞു ഒന്നുപോലെ അങ്ങ് ഒപ്പിച്ചല്ലേ. ജയ, ഉണ്ണിയുടെ മിടുക്ക് നീ ഒരിക്കൽ കൂടി അറിയാൻ പോകുന്നു. അങ്കിൾ. ആരാ? അയ്യോ, എന്താ എന്താ കാര്യം? അവളിവിടെ ഷോപ്പിങ്ങിന് പോയിരിക്കുക. അയ്യോ, അവളിവിടെ ഇല്ലേ? കുട്ടി കരയാതെ കാര്യം പറയൂ. രാധികയുടെ സ്നേഹിതയാണോ? അല്ല, എന്റെ പേര് കാതര. രാധിക എന്റെ കൂട്ടുകാരിയല്ല. പക്ഷേ ആ കുട്ടിയോട് എന്റെ മനസ്സിൽ സ്നേഹമുണ്ട്. അതാ ഞാനിപ്പോ വന്നത്. ചാകരക്ക് എന്താ വേണ്ടത്? ചാകരയല്ല, കാതര. ഓ കാതര. കാതര കരയാതെ കാര്യമുണ്ടോ എന്ന് പറയേ. ഞാൻ ഗർഭിണിയാണ്. അതിനുത്തരവാദി അങ്കിൾ. അങ്കിൾ അല്ല, അങ്കിൾ രാധയ്ക്ക് വേണ്ടി കണ്ടുപിടിച്ച ഭർത്താവ് ജയൻ. അയ്യോ, ഞാനിനി എന്ത് ചെയ്യൂ? മോള് പറഞ്ഞ സത്യമാണോ? അതെ അങ്കിൾ, ദേവിയാണ് സത്യം. എന്റെ വയറ്റിലുള്ള കുഞ്ഞാണ് സത്യം. സമാധാനമായി. മോക്കറിയുമോ, എന്റെ ഏക മകളാണ് രാധിക. ഞാൻ ഈ സമ്പാദിച്ചു കൂട്ടിയ സ്വത്തുക്കള് മുഴുവൻ അവക്കുള്ളതാ. അത് അന്യാധീനപ്പെട്ടു പോവാന്നൊക്കെ പറഞ്ഞാൽ ഒരച്ഛന് സഹിക്കുന്ന കാര്യമാണോ? പിന്നെ ജയന്റെ കാര്യം, അവന് സന്താനോത്പാദന ശേഷമുണ്ടെന്ന് ഇപ്പം മനസ്സിലായി. എന്റെ മകള്, അവക്ക് ദൈവം ഒരു കാലത്ത് ഒരു കുറവും വരുത്തുകയില്ല. ധാരാളം പേരക്കിടാങ്ങൾ ഉണ്ടാകുമല്ലോ എന്റെ സ്വത്തുക്കൾ അനുഭവിക്കാനായിട്ട്. അയ്യോ, മോൾ ഒന്നും പറയണ്ട, അങ്കിളിന് എല്ലാം മനസ്സിലായി. മോക്ക് എത്ര മാസമായതാ പറഞ്ഞേ? 2 ഈ 2 മാസം എന്നൊക്കെ പറഞ്ഞാ മോൾ ഒരു കാര്യം തീരുമാനിച്ചാ മതി. ഇവിടെ പ്രസവിക്കണോ അതോ ആശുപത്രി പ്രസവിക്കണോ? മോളെ, ഈ 2 മാസം ഗർഭം എന്നൊക്കെ പറഞ്ഞാ ശരീരം നന്നായിട്ട് സൂക്ഷിക്കണം. ഒരുപാട് നേരം നിൽക്കൊന്നും വരുന്നത്. ആപ്പിളും കരിക്കും ഒക്കെ കുടിക്കണം. മോള് വേദിക്ക് അങ്കിൾ ഇപ്പൊ വരാം. എടാ, ആപ്പിൾ എടുത്തോണ്ട് വാടാ. ആ ശങ്കരനോട് പറഞ്ഞ് ആ തെങ്ങിന്റെ മോളിൽ 2 കരിക്കിട്ടോണ്ട് വാ. പെട്ടെന്ന് വാ. അത് മാവാ, അതിന് കൊടുക്ക്. ഹലോ, ഉണ്ടത്താനാണ്. പോലീസ് സ്റ്റേഷനല്ലേ? അതിന് പത്രം വായിച്ചു. പാർട്ടി ഇവിടെ തന്നെ ഉണ്ട്. പെട്ടെന്ന് വന്നാ കൊണ്ടുപോവാം. ഓക്കെ.
മോളെ കാതലേ. ഏതേ ഒരുമാതിരി മറ്റേ പണിയേ ഈ തമ്മനം മറിയത്തിനടുത്ത് വേണ്ട കേട്ടോ. പതുക്കെ പതുക്കെ. എന്തിനാ പതുക്കുന്നേ? എന്നെ പോലീസ് പിടിപ്പിക്കാൻ വേണ്ടി ആയിരുന്നില്ലേ ഈ പരിപാടി? ഇതൊക്കെ കേട്ട അയാൾ ഞെട്ടും ഷോക്കാവുന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഞെട്ടിയില്ലേ? ഞെട്ടി. ഈ പ്ലാൻ ഒന്നും അയാളുടെ അടുത്ത് ചെലവാകില്ല. അതൊന്നുമല്ല കുഴപ്പം. നിന്റെ അഭിനയം ഭയങ്കര ഓവർ ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞെന്ന 2-3 ഡയലോഗ് നീ മറന്നു. നടത്തവും ഭാവവും ഒക്കെ കണ്ട നിന്റെ ഗർഭത്തിന് ഉത്തരവാദി ആ തന്തയാണെന്ന് തോന്നുമായിരുന്നു. സംഭവം കലങ്ങിപ്പോയതിന് കാശ് ഇങ്ങോട്ടാണ് തരേണ്ടത്. തനിക്കെന്നെ ശരിക്കറിയില്ല. വരട്ടെ. വരട്ടെ, താൻ എന്ത് എടുക്കണോ കാശ്? തരില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇപ്പൊ ഏത് നാടകം കളിച്ചോണ്ടിരിക്കുന്നത്? വരട്ടെ. നിക്ക് എണ്ണട്ടെ, എന്നിട്ട് പോയാ മതി. എന്നെ നോക്കാൻ എന്തിരിക്കുന്നു? ഇതിനു വേണ്ടി അവള് നാടകം ഒന്നും വേണ്ടി വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുന്നതല്ലേ? 300 രൂപയോ കൊണ്ടുപോടോ. 1000 രൂപയെങ്കിലും കിട്ടണം. സംഗതി ഗർഭക്കേസാ. ഈ ഗർഭത്തിന് ഇത്രയൊക്കെ മതി. ഓ, അപ്പൊ സംഗതി ഇവിടം വരെ എത്തിയല്ലേ? 1000 രൂപയെങ്കിലും കിട്ടാൻ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നം വരുന്നില്ല. 300 രൂപ കൂടുതൽ ഒരു പൈസ ഞാനും തരില്ല. അവരുടെ ഗർഭമല്ലേ, അത് കലങ്ങി പോവുകയും ചെയ്തു. പിന്നെ പെങ്ങളെ ഗർഭിണിയാക്കിട്ട് നീ മുങ്ങാൻ നോക്കണ. അല്ല ഞാൻ തലയ്ക്കും മുതുകിനും സാരമായ കേട് പറ്റിയിട്ടുണ്ട്. 21 ദിവസം മുടങ്ങാതെ 500 മില്ലി ബ്രാൻഡിയില് 2 കോഴിമുട്ട വീതം അടിച്ചു കുടിക്കണമെന്നാ വൈദ്യര് പറഞ്ഞത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? പിടിച്ചിൽ നടത്തേണ്ടി വരും. നിന്റെ കാര്യമല്ലടാ പറഞ്ഞത്. ഈ കല്യാണം നടത്താതിരിക്കാൻ ഇനി എന്താണ് ഒരു വഴി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് ശരി, നിനക്കെപ്പോഴും നിന്റെ കാര്യമാണ് വലുത്. എനിക്ക് ഈ തല്ലുകൊണ്ട് എന്റെ അല്പമെങ്കിലും വേദന നിനക്കുണ്ടോ? അതെങ്ങനെയാ നിന്റെ ദേഹത്തിലടാ ഇടി കൊണ്ടത്? കടപ്പാട് വേണോടാ, കടപ്പാട്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടാന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഉണ്ടല്ലോ, കടപ്പാടല്ല കൈപ്പാട്. നിന്റെ മുതുകത്ത് നെഞ്ചത്തോക്ക്. ദേ ഉണ്ണി എന്നെ കൊണ്ടൊന്നും പറയരുത്. നിന്നെ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചിട്ട് അത് മൊത്തത്തിൽ കലക്കിയിട്ട് ഇടിയും കൊണ്ട് നെഞ്ചും കലങ്ങി വന്നിരിക്കുന്നു. നെഞ്ചു കലക്കിയത് നിനക്ക് വേണ്ടിയാ. അതെ, സ്വന്തം മകളെ കെട്ടാൻ പോകുന്ന ഒരുത്തൻ വേറൊരു പെണ്ണിനെ ഗർഭിണിയാക്കി എന്നറിഞ്ഞപ്പോ കൈകെട്ടിച്ചിരിക്കുന്ന ഒരു അമ്മായിപ്പനോട് വേറെന്ത് പറയാൻ? നക്കിയല്ലേ ജയ, ഈ കളിയിൽ നമ്മൾ തോൽക്കും. ഇപ്പോഴേ തോറ്റിരിക്കുക. ഗുഡ് മോർണിംഗ്. മതി കിടന്നത്, എഴുന്നേൽക്ക്. സമയം 7:30. എപ്പോ എണീക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അല്ല, ഞാനാ. ഇനി മുതൽ എപ്പോ ഉറങ്ങണം എപ്പോ ഉണരണം എന്നൊക്കെ തീരുമാനിക്കുന്നതേ ഞാനാ. ഉറങ്ങിയില്ലെങ്കിൽ സ്ലീപ്പിംഗ് ബിൽസ് തന്ന് ഉറക്കും. ഉണർന്നില്ലെങ്കിൽ വെള്ളം കോരി ഒഴിച്ച് ഉണർത്തും. കാപ്പി കുടിക്കണ്ടേ? ഇതിൽ നീ എന്താ വിഷം കലക്കിയിട്ടുണ്ടോ? അയ്യോ, വിഷം കലക്കി തന്നാ നിങ്ങൾ പെട്ടെന്ന് ചത്തൂലേ. അങ്ങനെ സുഖിക്കാൻ ഞാൻ വിടൂല. കാലത്തെ നിന്റെ എഴുന്ന അവിഞ്ഞ മോന്തയിലെ കണി കണ്ടത്. ഇന്നത്തെ ദിവസം പോക്കാം. ഇന്നത്തെ ദിവസം മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളും പോക്കാം. ഈ അവിഞ്ഞ മോന്ത തന്നെ കാണേണ്ടി വരും. കൂടുതൽ ചിലക്കാതെ കാപ്പി ഞാടി. എന്റെ കാപ്പി തരാൻ. ആ കാപ്പിയാണ് ഞാൻ ഇപ്പൊ കുടിച്ചത്. ഇനി മുതൽ ബെഡ് കോഫി ഇല്ല. അയ്യോ, ബെഡ് കോഫി ഇല്ലെങ്കിൽ എനിക്ക് ബാത്റൂം പോകാൻ പറ്റില്ല. പോണ്ട, ഒരു നിർബന്ധവും. കാപ്പി കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അമ്മേ, അമ്മയെ വിളിച്ച കാപ്പി കിട്ടുമെന്നൊന്നും കരുതണ്ട. മോന് തന്നയച്ച കാപ്പിയാ ഞാനിപ്പോ കുടിച്ചത്. അല്ല, കാര്യങ്ങൾ അമ്മയെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ വിളിച്ചോ. പക്ഷെ അമ്മയുടെ ഹാർട്ട് പെട്ടെന്നൊരു ഷോക്ക്. ഞാനിങ്ങനെ ഈ പത്രം നീ വായിച്ചില്ലേ? ഇല്ല. മന്ത്രിസഭ ഉടനെ വീണ്ടും കുഴപ്പമാകുന്ന ലക്ഷണ. സ്നേഹം, നമ്മുടെ സ്നേഹത്തിന്റെ ആഴം അച്ഛൻ ശരിക്കും മനസ്സിലാക്കി. നീ ഇങ്ങനെ അലറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോ രാധിക വളരെ വിദഗ്ധമായി നിന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? അന്നേ ഞാൻ പറഞ്ഞല്ലടാ. അപ്പൊ നിനക്കായിരുന്നില്ലേ ക്രിമിയടി? സോറി ജയ. കണ്ടകശനി കൊണ്ടേ പോകുന്നൊരു ചൊല്ലുണ്ട്. ഇത് നിന്നെയും കൊണ്ടേ പോകും. ആദ്യ രാത്രി സ്ലീപ്പിംഗ് പിൽസ് കലക്കി തന്നവള് ഇനി പാഷാണം കലക്കി തരാനും മടിക്കില്ല. അങ്ങനെ അവള് കലക്കി തന്ന അതിന്റെ പാതി നിന്നെ കൊണ്ട് ഞാൻ കുടിപ്പിച്ചിരിക്കും. നാവ് വളച്ചൊന്നും പറയാതെ തെണ്ടി. ഏതായാലും നിന്റെ ഭാര്യയോട് ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. നീ ഒരു കോപ്പും സംസാരിക്കണ്ട. ഇന്ന് ഞാൻ നീ വണ്ടി കയറും. വണ്ടി കയറാൻ. ഞാൻ ചില നമ്പറുകളൊക്കെ ഇട്ട് രാധികയുടെ ഉള്ളിന്റെ ഉള്ളിൽ മനസ്സിലാക്കാൻ ഒരു ശ്രമം നടത്തും. സൈക്കോളജിക്കൽ അപ്രോച്ച്. ഈ കൂടുതൽ അപ്രോച്ച് എടുത്ത് അവള് നിന്നെ എൻക്രോച്ച് ചെയ്യാതിരിക്കും. എങ്ങോട്ടെങ്കിലും പോകുമെന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? നിങ്ങൾ ആണുങ്ങൾക്ക് തോന്നിയ പോലെ ഇറങ്ങി അങ്ങ് പോയാ മതി. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളാ തീ തിന്നുന്നെ. കുറച്ചു നേരം കാണാതായപ്പോ ഞാൻ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ? ദേ ഉണ്ണി,
ഇനി ജയേട്ടനെയും കൊണ്ടുള്ള കറക്കം നിർത്തണേ. എവിടെയായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഇതുവരെ? അതെ, എനിക്ക് ഇൻകം ടാക്സിന്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുണ്ടായിരുന്നു. ഇത്തവണ അവരെനിക്ക് അസസ് ചെയ്തിരിക്കുന്നത് 1,57,635 രൂപ 56 പൈസ 55 പൈസയോ 97 പൈസ. അയ്യോ, കഷ്ടമായി പോയി കേട്ടോ. അല്ല ചേട്ടാ, ഈ വായി നോക്കി നടക്കുന്നവർക്ക് എന്ന് മുതലാ ഗവൺമെന്റ് ഇൻകം ടാക്സ് ഏർപ്പാടാക്കിയത്? നിനക്ക് ഇൻകം ടാക്സിന്റെ സമയമാകുമ്പോ ഞാൻ അറിയിക്കാം. അതെ, ആ സമയത്ത് അന്നസറി ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. ഇവിടെ സംസാരിച്ച് നാവിലെ വെള്ളം വെച്ചിരിക്കാം. കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ടൊന്നുമില്ല. ചൂടോ അതോ? ചൂടായാലും ഹോട്ടായാലും കുഴപ്പമില്ല. ഉഷ്ണം ഉഷ്ണേന ശാന്തി എന്നാണല്ലോ. ഉണ്ണേട്ടിന് നല്ല മധുരം വേണം. ആളൊരു പഞ്ചാര പ്രിയനാണ്. അതെയോ? എന്നാ ഇപ്പൊ എടുക്കാം. എടാ ഞാൻ മിണ്ടരുത്. അവള് പറയുന്നൊന്നും മിണ്ടിപ്പോരുത്. ഉടനടി നിന്നെ ഏതെങ്കിലും സൈക്യാട്രിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കണം. എടാ, സ്വന്തം ഭർത്താവിനെ കുറച്ചു നേരത്തേക്ക് കാണാതായപ്പോ തീരുന്ന ഭാര്യ നിനക്ക് സ്ലീപ്പിംഗ് പിൽസ് തന്നു എന്ന് പറഞ്ഞാൽ സുബോധമുള്ളവർക്ക് ബോധ്യപ്പെടാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അവള് കലക്കി തന്ന ഉറക്ക കൂടി കഴിച്ച് ബോധം പോയി എന്നേക്കാൾ നിശ്ചയം ജന്മനാ ബോധമില്ലാത്ത നിനക്കാണോ പുല്ലേ? പഞ്ചാരപ്രിയനാണല്ലേ കൂട്ടുകാരൻ. ഇന്ന് അവന്റെ പ്രിയം ഞാൻ നിർത്തിത്തരാം. ഉഷ്ണം ഉഷ്ണേന ശാന്തിയല്ല, ഉഷ്ണം ഉപ്പേന ശാന്തി. ജയന് ചായ എടുത്തില്ലേ? ജയേട്ടന് ഞാൻ അധികം ചായ കൊടുക്കാറില്ല അല്ലേ? ചായ അധികമായ ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്ന് ഈ ആഴ്ചത്തെ മഹിളാരത്നത്തിലുണ്ടായിരുന്നു. ഭാര്യയെ കഴുത്തേരിച്ചൊന്നൊരു ഭർത്താവിന്റെ കഥയും ഈ ആഴ്ചത്തെ മഹിളാരത്നത്തിലുണ്ട്. എന്താ? ഒന്നുമില്ല. ജയ, ഉത്തമ ഭാര്യ എപ്പോഴും ഭർത്താവിന്റെ ആരോഗ്യത്തെ കുറിച്ച് ബോധവതിയായിരിക്കും. പഞ്ചാരപ്രിയന് മധുരം മതിയോ? എന്നാ കുടിക്കേ. ഇങ്ങനെയാണോടാ ചായ കുടിക്കുന്നത്? ഇങ്ങനെ കുടിക്കാം. എടാ, കണ്ണി കണ്ടത് വലിച്ചു വാരി കഴിക്കുമ്പോ ആലോചിക്കണം. മനുഷ്യന്റെ കുടല് വരെ പുറത്തു വന്നിരിക്കുമ്പോഴാ തന്റെ ഒരു ഈ കണക്ക് പോയ കുടലല്ല നിന്റെ ഹാർട്ട് വരെ പുറത്തു. വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ മുതുകൊന്ന് തടവിത്താ വാളെ. ഇതാണ് വാള്. ഇവരെന്താ വിഷം കഴിച്ചിരിക്കണു? വിഷം തന്റെ. അയ്യോ, എന്താ ഇവിടെ? എന്ത് പറ്റി? ഇവൻ പരാമറടിച്ചിരിക്കുന്നു. വിഷം? അയ്യോ, ഇത് പരാമറല്ല ചേട്ടാ, മറ്റവനാ. മറ്റവൻ. ആ, മദ്യം വെള്ളം ചേർക്കാതെ മുഴുവനായിട്ട് കടിച്ചു കളഞ്ഞു. ഇപ്പൊ ഞാൻ മേനം ചോദിച്ചു. ഇപ്രാവശ്യം ചേട്ടാ ക്ഷമിക്കേ. ഏറ്റോ? ആ, ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. ചേട്ടല്ലോ. ഉണ്ണി, നിനക്കെന്റെ ഭാര്യയോട് സംസാരിക്കണ്ടേ? വേണ്ട.